എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ബിഗ് ബോസ് ഷോയിൽ നടന്നുകൊണ്ടിരിക്കുന്ന നെവിൻ്റെ കുറേ പരാക്രമണവും കാര്യങ്ങളും എല്ലാം നമ്മൾ വീഡിയോസിലൂടെയും എല്ലാം ഏഷ്യാനെറ്റ് പുറത്തുവിടുന്ന വീഡിയോസിലൂടെ തന്നെ നമ്മൾ റിവ്യൂയിലൂടെയും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം നെവിനെതിരെ ഇപ്പോൾ പ്രതികരിച്ചുകൊണ്ട് അഖിൽ മാരാർ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. അഖിൽ മാരാറുടെ സ്വഭാവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അഖിൽ മാരാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോട് എന്ത് പറയണം അങ്ങനെ പേടിച്ച് ഭയന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയല്ല. പറയേണ്ടത് മുഖത്ത് നോക്കി കുറുക്കി കൊള്ളുന്ന രീതിയിൽ പറയാൻ നല്ല മിടുക്കനായിട്ടുള്ളൊരു വ്യക്തിയാണ് അഖിൽ മാരാർ. അപ്പോൾ അഖിൽ മാരാർ പറയുന്നത് അനുവിന് പീരീഡ്സ് ആയി രണ്ടാമത്തെ ദിവസം അനു അത്രയും ബുദ്ധിമുട്ടി കിടന്ന സമയത്ത് ബെഡിൽ കൊണ്ട് വെള്ളം ഒഴിക്കുകയും ഇവൻ കിടന്ന് കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തിനെല്ലാം ഇവൻ്റെ കർണക്കുറ്റി അടിച്ച് പൊട്ടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ലൈവായിട്ട് മറുപടിയും പറഞ്ഞുകൊണ്ട് അഖിൽ മാരാറിൻ്റെ വീഡിയോ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അഖിൽ മാരാർ പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഏതായാലും വീഡിയോ കണ്ടിട്ട് ഉറപ്പായിട്ടും നിങ്ങൾ അഭിപ്രായം പങ്കുവയ്ക്കണം. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനലൊന്ന് സബ് ചെയ്യണം. ഒരു പെൺകുട്ടിയുടെ നേരെ ആ നെറികെട്ടവൻ കാണിക്കുന്ന പ്രവൃത്തി കണ്ടപ്പോൾ സംസാരിക്കണമെന്ന് തോന്നിയത് കൊണ്ടും ധാരാളം പേർ ഞാൻ സംസാരിക്കണമെന്ന് പറഞ്ഞതുകൊണ്ടുമാണ് സംസാരിക്കുന്നത്. ഇനി ഇതിന്റെ പേരിൽ അനുമോളാണ് ജയിക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ സന്തോഷപൂർവ്വം അനുമോളുടെ വിജയത്തെ ഞാൻ അങ്ങ് അംഗീകരിക്കും. അതായത് നിന്നെ കണക്കുള്ള അലവലാദികളെ സപ്പോർട്ട് ചെയ്യുന്ന, പരമനാറികളെ സപ്പോർട്ട് ചെയ്യുന്ന, സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന, സമൂഹത്തിന് യാതൊരു പ്രയോജനമില്ലാത്ത എവിടെങ്കിലും കിടക്കുന്ന അലവലാദികൾ കാണിക്കുന്ന വിവരക്കേടുകളെ എന്റർടൈൻമെന്റ് ആണെന്ന് കരുതി കൊണ്ടു നടക്കുന്ന നിന്റെ പെങ്ങളോടോ നിന്റെ അമ്മയോടോ ഇവൻ കാണിക്കുന്ന പരിപാടി കാണുമ്പോഴേ നിനക്ക് എന്റർടൈൻമെന്റ് ആണെന്ന് തോന്നത്തുള്ളൂ. സാമൂഹിക ബോധമുള്ള ഒരുവനെ സംബന്ധിച്ച് ഈ എന്റർടൈൻമെന്റ് അല്ല, കോമാളിത്തരമാണ്, വിവരക്കേടാണ്, സ്വാർത്ഥതയാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധമാണ് ആദ്യം ഉണ്ടാവേണ്ടത്. അതാണ് ഞാൻ പറയാൻ ആദ്യത്തെ മാറ്റർ എന്ന് പറയുന്നത്. ഒരു പെൺകുട്ടിക്ക് അവിടെ പീരീഡ് സമയത്ത് അല്ലെങ്കിൽ മെൻസസ് സമയത്ത് അവൾക്ക് ഉണ്ടായ ബുദ്ധിമുട്ടിനെ തുടർന്ന് കിടക്കുന്നു എന്നാണ് ധാരാളം പേർ കമന്റ് ഇട്ടതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്രകാരം അവിടെ കിടക്കുന്ന ഒരു പെൺകുട്ടിയെ അവിടെ പോയി ശല്യം ചെയ്യാൻ നെവിനല്ല, നെവിന്റെ തന്തയായാലും അടിച്ചവന്റെ ചെവിക്കല്ല് പറിക്കണം എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അവിടെ അത് നോർമലി ആയിക്കോട്ടെ, ബിഗ് ബോസ് ഹൗസിൽ ഒരാൾ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ അത് ചോദിക്കാൻ ഒരു മത്സരാർത്ഥിക്കും അവകാശമില്ല. ബിഗ് ബോസ് ഹൗസിൽ പോയി ഉറങ്ങണോ, ബിഗ് ബോസ് ഹൗസിൽ പോയി കണ്ടന്റ് ഉണ്ടാക്കണോ, ബിഗ് ബോസ് ഹൗസിൽ പോയി ഗെയിം കളിക്കണോ എന്നൊക്കെ തീരുമാനിക്കാൻ ആ പർട്ടിക്കുലർ മത്സരാർത്ഥിയാണ്. അവിടെ പോയി ഗെയിം കളിച്ചു കഴിഞ്ഞാൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അവിടെ പോയി കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ അടുത്ത ആഴ്ച പുറത്താവും. കാര്യം ജനങ്ങൾ വോട്ട് നൽകി ജയിപ്പിക്കുന്ന ഒരു ഷോയാണ് ബിഗ് ബോസ് എന്നും ഞാൻ അവിടെ പോയി കിടന്ന് ഉറങ്ങണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഉറങ്ങാൻ ആരാണ് ആരെ ശല്യം ചെയ്യുന്നത്? അനുമോൾ ഉറങ്ങിയെന്ന് തന്നെ വെച്ചോ. അനുമോൾ ഉറങ്ങിയിട്ടില്ല ഞാൻ പറഞ്ഞത്. ഇനി അനുമോൾ അവിടെ ഉറങ്ങിയെന്ന് തന്നെ വെച്ചോ. അങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം? അവിടെ ബിഗ് ബോസിന്റെ കാശ് കൊടുത്ത് ഒരു പർട്ടിക്കുലർ മത്സരാർത്ഥിയെ ഷോയിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ആ മത്സരാർത്ഥിയിൽ നിന്ന് കണ്ടന്റ് ഉണ്ടാക്കേണ്ട ബാധ്യത ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകർക്കാണ്. അവർ സ്വാഭാവികമായിട്ടും പട്ടിയെ കൊണ്ട് കുരപ്പിച്ചോ കോഴിയെ കൊണ്ട് കൂവിച്ചോ ആ മത്സരാർത്ഥിയെ എണീപ്പിക്കും. ആ മത്സരാർത്ഥിക്ക്